ഇന്ത്യൻ ക്രിക്കറ്റ് ടെസ്റ്റ് ടീം നായകനായി വിരാട് കോഹ്ലി മടങ്ങിയെത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ. ബോർഡർ ഗാവസ്കർ ട്രോഫി പരമ്പരയിലെ ഇന്ത്യയുടെ തോൽവിക്ക് പിന്നാലെ രോഹിത് ശർമ്മയുടെ ടെസ്റ്റ് നായക സ്ഥാനം തുലാസിലാണ്. പരമ്പരയിലെ 2 മത്സരങ്ങളിൽ രോഹിത് കളിക്കാതിരുന്നപ്പോൾ ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യയെ നയിച്ചത്. എന്നാൽ ബുംറയ്ക്ക് തുടർച്ചയായി പരിക്കേൽക്കുന്നതാണ് സ്ഥിരമായി നായകസ്ഥാനം ഏൽപ്പിക്കുന്നതിന് തിരിച്ചടിയാകുന്നത്. പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ പിന്തുണയും കോഹ്ലിക്കാണെന്നാണ് സൂചന. ഒരിക്കൽ കൂടി വിരാട് കോഹ്ലി ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ നയിക്കുന്നതാണ് ഗംഭീർ താൽപര്യപ്പെടുന്നത്. എങ്കിലും ഗംഭീർ ഇക്കാര്യം BCCIയോട് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. വിരാട് കോഹ്ലിയുടെ നായകകാലത്ത് ഇന്ത്യൻ ടെസ്റ്റ് ടീം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ചും വിദേശ സാഹചര്യങ്ങളിൽ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പുതിയ പതിപ്പിന് ഉടൻ തുടക്കമാവുകയാണ്. വിരാട് കോഹ്ലിയെ പോലെ ഒരു താരം ഇന്ത്യൻ ടീമിനെ നയിക്കണമെന്നാണ് BCCI ആഗ്രഹിക്കുന്നതെന്ന് മൈഗേൽ റിപ്പോർട്ട് ചെയ്തു. 2014 കോഹ്ലി ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായകനാകുന്നത്. 68 മത്സരങ്ങളിൽ കോഹ്ലി ഇന്ത്യയെ നയിച്ചു, 40 വിജയം നേടി. ഇതിൽ 15 വിജയം വിദേശ മണ്ണിലായിരുന്നു. 24 ടെസ്റ്റ് പരമ്പരകളിൽ കോഹ്ലി ഇന്ത്യൻ നായകനായി, അതിൽ 18 വിജയിച്ചു. ഇക്കാലയളവിൽ 5703 റൺസ് നേടാനും കോഹ്ലിക്ക് സാധിച്ചു. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.